കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി കേരള സമൂഹത്തിന്റെ പൊതുബോധം ഇവിടുത്തെ ക്രൈസ്തവ സഭകൾക്കും സമുദായത്തിനും എതിരാണ് എന്ന് സമർത്ഥിക്കാൻ ബോധപൂർവമായ ചില ശ്രമങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും ചില മുഖ്യധാരാ മാധ്യമങ്ങളിലും നടക്കുന്നുണ്ട്. ഇപ്രകാരം ഒരു ക്രൈസ്തവ വിരുദ്ധത എങ്ങനെ കേരള സമൂഹത്തിന്റെ പൊതുബോധത്തിന്റെ ഭാഗമായി എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ദൃശ്യമാധ്യമങ്ങളുടെ കടന്നുവരവ് കാഴ്ചയുടെ ലോകത്തെ എല്ലാ അർത്ഥത്തിലും പ്രശ്നവൽക്കരിച്ചു. വാർത്തകൾ വായിച്ചറിയുന്നതല്ല, കണ്ടു ബോധ്യപ്പെടുന്നതാണ് എന്ന ഒരു ധാരണ സർവദാ സംജാതമായി. കാണുന്നതാണ് സത്യമെന്ന് വന്നപ്പോൾ ആര് കാണുന്നതാണ് സത്യമെന്ന ചോദ്യം പ്രസക്തമായി. സത്യം സ്ഥാപിച്ചെടുക്കാൻ പരസ്പരം മത്സരിക്കുന്ന കാഴ്ചകളും കാഴ്ചപ്പാടുകളും ജനങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കാനും വിശകലനം ചെയ്യാനും വ്യാഖ്യാനിക്കാനുമായി സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിശകലന വിഷാദരുടെയും ഒരു നിര തന്നെ രൂപപ്പെട്ടു വന്നു. മുടങ്ങാതെ നടക്കുന്ന മാധ്യമ വിശകലനങ്ങൾ കാഴ്ചയുടെ അരങ്ങിലെ മുഖ്യ ഇനമായി മാറി. അവതാരകരിൽ ചിലർ ക്രമേണ ചാനൽ ജഡ്ജിമാരും നിരീക്ഷകരിൽ നല്ലൊരു ഭാഗം പ്രത്യേക അജണ്ടകൾക്ക് ഒത്ത് കരുക്കൾ നീക്കുന്ന പ്രോസിക്യൂട്ടർമാരുമായി മാറി. ആരെയും തുണിയും തൊലിയും ഉരിഞ്ഞ് സമൂഹത്തിന് മുമ്പിൽ നിർത്താനും കെട്ടിത്തൂക്കിയിടാനും അധികാരമുള്ള ഭരണഘടനാ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിക്കുന്ന കോടതികളായി ദൃശ്യമാധ്യമങ്ങൾ സ്വയം അവരോധിക്കുന്ന കാഴ്ചയുടെ ആഘോഷത്തിലൂടെയാണ് ഇന്ന് നമ്മൾ കടന്നു പോകുന്നത്. കേരളത്തിന്റെ പൊതുബോധം ക്രൈസ്തവ സഭകൾക്ക് എതിരാണ് എന്ന് തെളിയിക്കാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് കാണുന്നത് അഭയ കേസ് തന്നെയാണ്. 1992 മാർച്ച് 27 കോട്ടയം പയസ് 10th ലേഡീസ് ഹോസ്റ്റലിലെ കിണറ്റിൽ അഭയ എന്ന കന്യാസ്ത്രീ അസ്വാഭാവികമായി മരണപ്പെട്ടതായി കണ്ടെത്തിയത്. തുടർന്ന് നടന്ന അന്വേഷണങ്ങളുടെ ഭാഗമായി 2008 നവംബർ 19 കത്തോലിക്ക സഭയിലെ 2 വൈദികരെയും ഒരു കന്യാസ്ത്രീയെയും CBI അറസ്റ്റ് ചെയ്തു. 28 വർഷങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കും വിചാരണയ്ക്കുമൊടുവിൽ 2020 ഡിസംബർ 21 അവരിൽ 2 പേർ കുറ്റക്കാരെന്ന് വിചാരണ കോടതി കണ്ടെത്തുകയും 22 ഇരുവരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. നിഷ്പക്ഷവും കാര്യക്ഷമവുമായ അന്വേഷണം ഉറപ്പുവരുത്താൻ CBI കൊണ്ട് തന്നെ അന്വേഷിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട സന്യാസ സമൂഹത്തെയും കത്തോലിക്ക സഭയെയും പുകമറയിൽ നിർത്തി മാധ്യമങ്ങളും നിരീക്ഷകരും വിശകലന വിദഗ്ധരും ആക്ഷൻ കൗൺസിലും കളം നിറഞ്ഞു നിന്ന 3 പതിറ്റാണ്ട് കാലം. സത്യം സംശയാതീതമായി സ്ഥാപിക്കപ്പെടുന്നതുവരെ നീതി നടപ്പായി എന്ന് കരുതാൻ കഴിയാത്ത സാഹചര്യം ഈ കേസിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. കേരളം 21ാം നൂറ്റാണ്ടിനെ വരവേറ്റത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഒരു പരീക്ഷണത്തിന് വഴി തുറന്നുകൊണ്ടായിരുന്നുവല്ലോ. കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങൾ ഏറെക്കാലം മുമ്പേ പ്രയോഗത്തിൽ വരുത്തിയ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സ്വാശ്രയത്വം എന്ന ആശയം കേരളത്തിൽ പരീക്ഷിക്കുവാനുള്ള തീരുമാനം കൈക്കൊണ്ടത് കോൺഗ്രസ് നേതൃത്വം കൊടുത്ത UDF സർക്കാരാണ്. അതിന്റെ ചരിത്രം ആത്യന്തം കയ്പ് നിറഞ്ഞതാണ്. 50-50 ഫോർമുലയിൽ കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സോഷ്യലിസം നടപ്പാക്കുന്നതായി ഭാവിച്ചു. ഇതിനു പിന്നിൽ ഒളിച്ചിരുന്ന അനധികൃതവും നിയമവിരുദ്ധവുമായ ധാരണകൾ അങ്ങേയറ്റം അഴിമതിയുടേത് മാത്രമായിരുന്നു എന്ന് ഇപ്പോൾ ആർക്കാണ് മനസ്സിലാകാത്തത്? ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേരള സമൂഹത്തിന് അനിവാര്യമാണെന്ന തിരിച്ചറിവിൽ മുംബൈ പറക്കുന്ന പക്ഷികളെ പോലെ സ്വാശ്രയ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വന്ന ക്രൈസ്തവ മാനേജ്മെന്റുകളെ വിദ്യാഭ്യാസ കച്ചവടക്കാരെന്ന് മുദ്രയടിക്കുന്നതിൽ ചാനലുകൾ തമ്മിലും നിരീക്ഷകരും വിശകലന വിദഗ്ധരും രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ മത്സരിച്ചു. കച്ചവടക്കാരെന്ന ലേബൽ തങ്ങൾക്ക് ചേരുന്നതല്ല എന്ന് ക്രൈസ്തവ മാനേജ്മെന്റുകൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വസ്തുനിഷ്ഠമായ കണക്കുകൾ നിരത്തി വ്യക്തമാക്കിയിരുന്നു. ഇന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ സഭയുടെ മേൽ കെട്ടിവെക്കാൻ മത്സരിച്ച ലേബലുകൾ ആർക്കാണ് നന്നായി ചേരുന്നതെന്ന് അന്ന് സമരം നടത്തി സ്ഥാപനങ്ങൾ തല്ലിത്തകർത്ത രാഷ്ട്രീയ പാർട്ടികൾക്കും കേരള സമൂഹത്തിനും അറിയാം. എങ്കിലും ഇപ്പോഴും അവസരം കിട്ടുമ്പോഴൊക്കെ സ്വാശ്രയ ഏണി വെച്ച് ക്രൈസ്തവ സമൂഹത്തെ താറടിക്കാനാണ് മിക്ക മാധ്യമക്കാർക്കും നിരീക്ഷകർക്കും താല്പര്യം. 21ാം നൂറ്റാണ്ടിലെ 2ാം ദശകത്തിന്റെ ആരംഭത്തിലുണ്ടായ മറ്റൊരു സംഭവവും വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് തന്നെയായിരുന്നു. 2010 ജൂലൈ 4 തൊടുപുഴ ന്യൂമാൻ കോളേജിലെ മലയാളം പ്രൊഫസറായ
TJ ജോസഫ് എന്ന അധ്യാപകന്റെ വലത് കൈപ്പത്തി വെട്ടിമാറ്റുകയും ഇടത് കാൽപാദം കൊത്തിയെരിയുകയും ചെയ്തു. പ്രസ്തുത അധ്യാപകൻ തയ്യാറാക്കിയ ചോദ്യപേപ്പറിൽ പ്രവാചക നിന്ദയും മതനിന്ദയുമുണ്ട് എന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. ഇസ്ലാമിക തീവ്രവാദികൾ പ്രവാചക നിന്ദയ്ക്ക് മതനിയമം അനുശാസിക്കുന്ന ശിക്ഷ നേരിട്ട് നടപ്പാക്കി. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിൽ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് സമാന്തരമായി മറ്റൊരു നിയമവ്യവസ്ഥ നിലനിൽക്കുന്നു എന്ന് അവർ പ്രഖ്യാപിച്ചു. അധ്യാപകനിട്ട ചോദ്യത്തിനും അധ്യാപകന്റെ മേലെടുത്ത ശിക്ഷണ നടപടിക്കും അധ്യാപകന്റെ കൈകാലുകൾ വെട്ടിയതിനു പോലും സഭയെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള വിചാരണകൾ നടത്തുന്നതിൽ മാധ്യമങ്ങൾ തമ്മിൽ മത്സരിച്ചു. കേരളത്തിന്റെ പൊതുബോധത്തിൽ കത്തോലിക്ക സഭ അങ്ങനെ വീണ്ടും പ്രതിരോധത്തിലായി. ഒരു ചോദ്യത്തെ വ്യാഖ്യാനിച്ച് മതനിന്ദയും പ്രവാചക നിന്ദയുമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ തല്ലിത്തകർക്കുകയും അധ്യാപകന്റെ മേൽ മതനിയമം അനുസരിച്ചുള്ള വിധി നടപ്പാക്കുകയും ചെയ്യാൻ കഴിയുന്നത്ര റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ഒരു വിഭാഗം ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യത്തിന് നേരെ മാധ്യമങ്ങളും നിരീക്ഷകരും സാംസ്കാരിക നായകരും രാഷ്ട്രീയ നേതാക്കളും കണ്ണടച്ചു. 21-ാം നൂറ്റാണ്ടിലെ രണ്ടാം ദശകത്തിന്റെ രണ്ടാം പാദം കൂടുതൽ കലുഷിതമായിരുന്നു. കത്തോലിക്ക സഭയ്ക്കുള്ളിൽ നിന്ന് ഉയർന്നു കേട്ട ചില ഭിന്നസ്വരങ്ങളും ചിലരുടെ വ്യക്തിജീവിതത്തിലെ വീഴ്ചകളും ഉപയോഗപ്പെടുത്തി സഭയ്ക്കെതിരെയുള്ള നീക്കം ശക്തമാക്കിയെന്ന് മാത്രമല്ല, മുമ്പ് കാണാത്ത വിധം സംഘടിതവുമായി. മാത്രവുമല്ല, ഈ നീക്കങ്ങളിൽ മുമ്പൊരിക്കലും രംഗത്ത് വരാതിരുന്നവർ പ്രത്യക്ഷമായി രംഗത്തെത്തുകയും ചെയ്തു. ഇതേ കാലത്ത് ജലന്ധർ രൂപതയിലെ ഒരു ബിഷപ്പിനെതിരെ അദ്ദേഹത്തിന്റെ രൂപതയിലെ തന്നെ കന്യാസ്ത്രീകളിൽ ഒരു വിഭാഗത്തിനുണ്ടായിരുന്ന തർക്കങ്ങളും ഭിന്നതയും നീറിപ്പുകഞ്ഞ് ഒരു അഗ്നിപർവ്വതം പോലെ കേരളത്തിൽ വന്ന് പൊട്ടിത്തെറിച്ചതിന്റെ പശ്ചാത്തലവും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. പരസ്പര ബന്ധമില്ലാതിരുന്ന പല വിഷയങ്ങളെ ബന്ധിപ്പിക്കുന്ന ആഖ്യാനങ്ങളിലൂടെ കേരളത്തിലെ കത്തോലിക്ക സഭാ സമൂഹങ്ങൾക്ക് നേരെയുള്ള, വിശേഷ്യ അതിന്റെ നേതൃതലത്തിലുള്ളവർക്ക് നേരെയുള്ള ഒരു സംഘടിത പ്രക്ഷോഭമാക്കി അതിനെ മാറ്റാൻ അതിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗിന് നേതൃത്വം നൽകിയവർക്ക് കഴിഞ്ഞു. പൊതുസമൂഹത്തിൽ മാത്രമല്ല, സഭയ്ക്കുള്ളിൽ പോലും അത് വലിയ തോതിലുള്ള അസ്വസ്ഥതകൾ ഇളക്കി വിടുകയും ചെയ്തു. അങ്ങനെ 3 പതിറ്റാണ്ടോളം കേരളത്തിന്റെ പൊതുബോധത്തിൽ പ്രതിരോധത്തിൽ നിർത്തപ്പെട്ടിരുന്ന സഭ ശരിക്കും പ്രതിസ്ഥാനത്തേക്ക് മാറ്റപ്പെടുന്ന കാഴ്ചയാണ് തുടർന്ന് കണ്ടത്. സഭയുടെ നിശബ്ദതയും സത്യം താനെ വെളിപ്പെടുമെന്ന വിശ്വാസവും മാറിയ സാഹചര്യത്തിൽ ഒന്നിനും പരിഹാരമല്ല എന്ന തിരിച്ചറിവ് സഭയിൽ ഉണ്ടാക്കാൻ ഒരു പരിധിവരെ കഴിഞ്ഞു എന്നതാണ് ഇത്തരം സംഭവങ്ങളിൽ നിന്ന് സഭയിലെ ഉത്തരവാദിത്തപ്പെട്ടവർ പൊതുവെ ഉൾക്കൊണ്ട പാഠം. ചില സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഇപ്പോൾ ചിലർക്ക് അങ്കലാപ്പാണ്. മതത്തെയും മതരാഷ്ട്രത്തെയും കൂട്ടിക്കെട്ടുന്ന ചിന്താധാരകളും പ്രത്യയശാസ്ത്രങ്ങളും സംഘടിത പ്രസ്ഥാനങ്ങളും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ തന്നെ കടിഞ്ഞാൻ കരസ്ഥമാക്കുന്ന അപകടകരമായ സ്ഥിതിവിശേഷം ചൂണ്ടിക്കാട്ടിയാൽ അത് ഏതെങ്കിലും ഒരു മതത്തിന് നേരെയുള്ള വിദ്വേഷ പ്രചരണമാകുന്നത് എങ്ങനെ? ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും ന്യൂനപക്ഷ അവകാശങ്ങളെ പറ്റി സംസാരിച്ചാൽ അതിൽ മറ്റു ന്യൂനപക്ഷങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? സമൂഹത്തിൽ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില മതാധിപത്യ പ്രവണതകൾ ചൂണ്ടിക്കാട്ടുന്നത് അനാവശ്യ ഭീതി വളർത്താനാണെന്ന് പറയുന്നതിന് എന്തടിസ്ഥാനമാണുള്ളത്? ഇടതു വലത് രാഷ്ട്രീയ മുന്നണികൾ തീവ്രവാദ മതരാഷ്ട്രീയത്തെ തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ ഒളിഞ്ഞും തെളിഞ്ഞും ഉപയോഗിച്ചു വന്നിട്ടുണ്ട് എന്നത് വാസ്തവമല്ലേ? വാസ്തവം ഇതായിരിക്കെ കേരളത്തിലെ ചില ദൃശ്യമാധ്യമങ്ങളും ചാനൽ ജഡ്ജിമാരും നിരീക്ഷകരും ഓൺലൈൻ യൂട്യൂബ് വിദഗ്ധരും സമർത്ഥിക്കാൻ ശ്രമിക്കും വിധം കേരളത്തിന്റെ പൊതുബോധത്തിൽ പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടേണ്ട എന്ത് പാതകമാണ് കേരള ക്രൈസ്തവ സമൂഹം കേരളത്തിലെ ജനങ്ങളോട് ചെയ്തിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഇവർ കേരളത്തിന്റെ പൊതുബോധം എന്ന പേരിൽ പ്രചരിപ്പിക്കുന്നത് ഒരു വ്യാജ നിർമ്മിതിയാണ്, കളവാണ്. കേരളത്തിന്റെ പൊതുബോധം അതല്ല. പൊതുബോധം എന്നത് പൊതു നന്മ എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഒരു സമൂഹത്തിന്റെ ബോധപൂർവമായ ചുവടുവെപ്പിന്റെ പ്രതിഫലനമാണ്. അത് മാധ്യമങ്ങളുടെ മാത്രം സൃഷ്ടിയല്ല. നന്മയുള്ള മനുഷ്യരിൽ നിന്ന്, അവരുടെ ത്യാഗോജ്വലമായ ജീവിതങ്ങളിൽ നിന്നും സമൂഹ മനസ്സാക്ഷി സ്വാംശീകരിച്ചെടുക്കുന്നതാണ് എന്ന തിരിച്ചറിവ് സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യമായിരിക്കുന്നു. ദൃശ്യമാധ്യമങ്ങൾ ഒരു വിധത്തിൽ സമൂഹത്തിന്റെ അനുഗ്രഹമാണ്. എന്നാൽ അതിന്റെ തള്ളിച്ചയിൽ സമൂഹത്തെ അതിന്റെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്ന മറ്റു തൂണുകൾ ദുർബലമായി തകർന്നു വീഴാൻ ഇടയാക്കിയാൽ
ഏതെങ്കിലും ഒരു മതത്തിനോ സമുദായത്തിനോ മാത്രമല്ല, എല്ലാ മത സമുദായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും അവയുടെ നന്മകൾ നിലനിർത്താനും സമൂഹത്തെ സേവിക്കുവാനുമുള്ള കഴിവ് നഷ്ടമാകും. ഇത് സമൂഹത്തിന് അപരിഹാര്യമായ നഷ്ടമുണ്ടാക്കും.